പെന്തക്കോസ്തുകാർ എല്ലാവരും ചന്തക്കോസ്തുകാരല്ല. പെന്തക്കോസ്തിൽ കൂട്ടയടി, ഇവന്മാർ പെന്തക്കോസ്തുകാരല്ല, വെറും ചന്തക്കോസ്ത് എന്ന തലക്കെട്ടോടെ ഞങ്ങൾ ഇന്നലെ ഒരു വീഡിയോ കൊടുത്തിരുന്നു. IPC എബനേസർ മേമല വെണ്ണിക്കുളം ബ്രാഞ്ചിൽ നടന്ന അടിയഭിഷേക ശുശ്രൂഷയായിരുന്നു ഞങ്ങൾ ഇന്നലെ നൽകിയത്. ഇത് കണ്ട ഒരു IPCക്കാരൻ എന്നെ വിളിച്ചത് കേൾക്കുക. കണ്ണൂർ സ്വദേശിയായ ജസിൻ റജിയായിരുന്നു വിളിച്ചത്. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേൾക്കുക. ഹലോ ഹലോ, i2i ന്യൂസിലെ ആളല്ലേ? അതെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് സാറിന് എന്തെങ്കിലും ഈ പെന്തക്കോസുകാരോട് ഭയങ്കര ദേഷ്യമുണ്ടോ? പെന്തക്കോസുകാരനാണോ? പെന്തക്കോസുകാരനാണ്. പിന്നെ പെന്തക്കോസുകാരൻ എന്താ ഇത്ര ദേഷ്യം? അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, ഞാനിപ്പം ഈ ആർസിക്കാരുടെ പ്രശ്നം കാണുന്നുണ്ട്. ആർസിക്കാരുടെ പള്ളിയിൽ അച്ഛന്മാർ തമ്മിൽ അടി, പിന്നെ അല്ലാണ്ടുള്ള മറ്റേ റേപ്പ് കേസ്, ഇതൊക്കെ വരുമ്പോഴും ചേട്ടൻ ഒരിക്കലും അവരെ എന്നെ ചാർത്തിക്കാരെന്നോ ചന്തറോമൻ കാത്തലിക്കെന്നോ അങ്ങനൊന്നും വിളിക്കുന്നുണ്ട്. ആര് പറഞ്ഞു? പക്ഷേ എറണാകുളം അതിരൂപത എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതുപോലെ ഇതുപോലെ അല്ലാതെ തന്നെ അതിരൂപത എന്ന് പറയുന്നത് ഈ പെന്തക്കോസുകാരുടെ കാര്യം വരുമ്പോൾ എല്ലാരും അങ്ങനെ അതിൽ പ്രശ്നക്കാരാകുന്നു. എല്ലാ പെന്തക്കോസുകാരും ആരാ പറഞ്ഞത്? പിന്നെ ഈ ചന്തക്കോസ് എന്ന് പറയുമ്പോൾ ഞങ്ങള് പെന്തക്കോസുകാരാണ്. ചന്തക്കോസ് എന്ന് പറയുന്നത് അവിടെ വിശുദ്ധിയും വേർപാടും പറഞ്ഞിട്ടിരുന്ന അവിടെ ഒരു സൈഡിൽ കൂടെ പ്രാർത്ഥനയും മറ്റേ സൈഡിൽ കൂടെ കർത്തൃമേശ, അതിനിടെ കൂടെ മറ്റവന്റെ കൂമ്പിനടിയും തെറിവിളിയും നടത്തുന്നവനെ ചന്തക്കോസ് എന്നല്ലാതെ എന്തോ വിളിക്കേണ്ടത്? നിങ്ങൾ പറ. ആയിക്കോട്ടെ. ഇത് എന്ന് നടന്ന പ്രശ്നമാണിത്? ഈ പ്രശ്നം എന്ന് നടന്നതാണ്? ഇത് നടന്ന പ്രശ്നമാണോ? അല്ല, നിങ്ങൾ പറ, ഡേറ്റ് പറ, എന്ന് നടന്ന പ്രശ്നമാ? ഇത് നവംബറിൽ നടന്ന പ്രശ്നമാണ്. ഇത് നടന്നതാണോ? അല്ലയോ? അല്ല, നടന്നു ആയിക്കോട്ടെ, എന്നായിക്കോട്ടെ. ഇത് കാണിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവിടുത്തെ ആൾക്കാരുടെ പ്രശ്നം, അങ്ങനെ അടി നടക്കുന്നിടത്തുനിന്ന് അങ്ങനെ അടി നടക്കുന്നവരെ എടുത്ത് കാണിക്കണം. പിന്നെ ഇനിയിപ്പോ പാസ്റ്റർമാര് മോട്ടിച്ചിട്ടുണ്ടോ അതും കാണിക്കണം. അതല്ലേ കാണിച്ചത്? അതാ കാണിച്ചത്. പക്ഷെ ഈ ഞങ്ങളുടെ ഇതിൽ വരുമ്പോൾ മാത്രം ചന്തക്കോസുകാര് യുവന്മാര് മൊത്തം കള്ളന്മാരാ. പക്ഷെ ഇതൊന്നും ഞാൻ ചേട്ടന്റെ വീഡിയോ ഫോളോ ചെയ്യുന്നയാളാ. വരുമ്പോഴോ പറഞ്ഞിട്ടില്ല. എവിടെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊന്ന് കാണിച്ചാ. ചേട്ടന്റെ വീഡിയോക്കകത്ത് ഇവന്മാരെല്ലാം ഇങ്ങനെ ഓരോ പരിപാടി ചെയ്യും. അവന്മാര് കള്ളത്തരം പറഞ്ഞുകൊണ്ട് നടക്കും. പിന്നെ പൈസ ഇടട്ടെ ഇവന്മാര് മോട്ടിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും. നിങ്ങൾ പറഞ്ഞേക്കുന്ന ഓരോരുത്തരെയും സ്പെസിഫിക് ആയിട്ട് അങ്ങനെയുള്ള കള്ളന്മാരെ അടച്ചാക്ഷേപിക്കുകയല്ല, ഓരോരുത്തരെയും എടുത്ത് സ്പെസിഫിക് ആയിട്ട് അത് കാരണ സഹിതം തെളിവുകളടക്കമാണ് ഞങ്ങൾ പറയുന്നത്. അതിനെന്താ തെറ്റെന്തുവാ? വിമർശനത്തിന് അതീതരാണോ ഈ പെന്തക്കോസുകാര്? അല്ല, ഞാന് ചേട്ടനോട് പെന്തക്കോസിൽ നടക്കുന്നൊന്നും പറയണ്ട, അല്ലേ അവരെ പാസ്റ്റർമാര്, ഞാൻ പറഞ്ഞു പാസ്റ്റർമാരെ പറയണം. അങ്ങനെ എന്തെങ്കിലും ഒരു തള്ളത്തരം കാണിക്കുന്ന പാസ്റ്റർമാരുണ്ട്, അവരെ പറയണം. ഞങ്ങൾക്ക് അവരാരും മറ്റേ വിശുദ്ധരും മറ്റേ സ്പെഷ്യൽ ടീമൊന്നും അല്ല. അവരിനി എന്തെങ്കിലും ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവരെ വെച്ച് പ്രാർത്ഥന നടത്തുമൊന്നുമില്ല. ഇങ്ങനൊരു പാസ്റ്റർ നടത്തുന്നുണ്ട്, അയാളെ ആ പുള്ളിയൊക്കെ നമ്മൾ ഒഴിവാക്കും. അല്ലെ അയാളോട് പറയും വരണ്ട, നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾക്ക് വരണ്ട. ഇപ്പൊ നമ്മുടെ പള്ളിയിലും ആൾക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാക്കുമ്പോൾ അവര് ഇനിയിപ്പം തിരിച്ചു പോകണമെന്നാണ്, അവർ തിരിച്ചു പൊക്കോട്ടെ. നമ്മൾ ആരെയും പിടിച്ചു നിർത്തത്തൊന്നുമില്ല. നമ്മൾ ഒരു കാര്യം പറയും, ഇത് അവർക്ക് ഇഷ്ടമായി, വിശ്വാസം റെഡിയാണെന്ന് തോന്നി അവർ വിശ്വാസത്തിലോട്ട് വരും. അവർക്ക് അത് കഴിഞ്ഞിട്ട് ഇനി വേണ്ട, ഈ വിശ്വാസം ശരിയല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ വിശ്വാസത്തിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊക്കോന്നേ ഞങ്ങൾ പറയുള്ളൂ. പിന്നെ ആ ആൾക്കാരെ കാണുമ്പോൾ ഞങ്ങൾ മുഖം വീർപ്പിച്ച് നടക്കാറ് പോലുമില്ല. അവരോട് സംസാരിക്കുകയും ചെയ്യും. നിങ്ങൾ ഇപ്പം ഞങ്ങൾ ഇതിൽ തന്നെ പള്ളിയിൽ തന്നെ ആർസിന്ന് വന്നിട്ട് തിരിച്ച് ആർസി പോയ ആൾക്കാരുണ്ട്. ഈ മൂന്ന് പേരെ സഭയിൽ നിന്ന് മുടക്കിയെന്നും പറഞ്ഞ് ഇപ്പൊ അവര് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് കേസ് നടക്കാൻ കാരണം എന്താ? അവരെന്താ തിരിച്ചെടുക്കാത്തത്? അല്ല, അവരാ പ്രശ്നം അത്രയും പ്രശ്നം നടത്തിയിട്ട് പോയ ആൾക്കാരെ അവർക്ക് അടിയും കൊടുത്ത് അവരെ പുറത്താക്കി, അവർക്കെതിരെ പോലീസ് കള്ളക്കേസും കൊടുത്ത് അവസാനം അവരെ പുറത്താക്കിയിട്ട് ഇതാണോ നിങ്ങൾ പറയുന്ന വിശുദ്ധിയും വേർപാടും? നീ ബലിപീഠത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്റെ യാഗവസ്തുക്കൾ അവിടെ വെച്ചിട്ട് നിന്റെ സഹോദരനോട് നിരപ്പാകുവിനാണ് കർത്താവ് ഓർപ്പിച്ചേക്കുന്നത്. എങ്ങനെ ഇരിക്കെ ഇവനെ ശത്രുക്കളെ പോയാലും എന്താ പറയുന്നത്, മറ്റുള്ള ഒരു അന്യമതസ്ഥനെ കാണിക്കുന്ന ഒരു സഹിഷ്ണുത പോലും കാണിക്കാതെ സ്വന്തം കൂടപ്പുറപ്പിനോട് സ്വന്തം രക്തത്തെ എടുത്തിട്ട് അടിച്ച് ഒന്ന് നോക്കുക. ആ പാസ്റ്ററും അവിടെ ഇരിക്കുന്നവരൊക്കെ എന്തും മനുഷ്യരെ നോക്കുക. ഒരുത്തനെ എടുത്തിട്ട് അടിക്കുന്ന സമയത്ത് ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പാട്ടുപാടി കൈയടിച്ച് നടത്തിക്കൊണ്ടിരിക്കുക. ഒരുത്തന്റെ കൂമ്പിനിട്ട് ഇടിക്കുന്നു, മറ്റൊടുത്ത് പ്രാർത്ഥന. ഇവന്മാര് സാത്താൻ സഭയാണ് നടത്തുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തെറ്റു പറയാൻ പറ്റുമോ? എന്താ ആത്മീയതയിലാത്തുള്ളത്?
അതിലും ഞാൻ അന്വേഷിച്ചതിൽ അതിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ പുള്ളി അവിടെ ഒരു പാട്ട് പാടാൻ വേണ്ടി നിന്ന ആളാണ്. പുള്ളി സ്ഥിരം അവിടെ ആ ഇറങ്ങി പോകുന്ന ആ പുള്ളി പാട്ട് പാടാൻ നിന്ന ആളാണ്. പുള്ളി ലാസ്റ്റ് മെയിൻ സ്വിച്ച് ഓഫ് ആകാൻ പോവുകയായിരുന്നു ചെയ്തത്. അല്ല, അന്നേരമാണ് ഈ പ്രശ്നം. കൃത്യമായിട്ടും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം സ്റ്റേജിൽ വന്ന് ആ വീഡിയോ തന്നെ കാണുന്നുണ്ട്. അതായത് ഇദ്ദേഹം ഇയാളെ കള്ളനാണെന്ന്, അതായത് മറ്റന്മാര് മണലും കല്ലും ഒക്കെ മോട്ടിച്ച് വിട്ടതിനെ കുറിച്ച് അന്വേഷണം നടത്തുന്ന പറഞ്ഞ് പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അവസാനം ഇയാളുടെ പേരിൽ ആരോപണം നടത്തി. ഇപ്പൊ ഈ പാസ്റ്റർക്ക് ഇതിനെക്കുറിച്ച് ഇത് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പറയാതിരുന്നപ്പോൾ സ്റ്റേജിൽ കയറി അത് പറയണമെന്ന് മാന്യമായിട്ട് അയാളുടെ ചെവിയിലാ പറയുന്നത്. മറ്റു പബ്ലിക്കിൽ ഇയാളെ ആക്ഷേപിക്കുകയോ പിടിച്ച് തള്ളുകയോ ഒന്നുമില്ല. പതുക്കെ ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും അന്നേരം തന്നെ ഇദ്ദേഹം പാട്ട് പാടാനായിട്ട് ആവശ്യപ്പെടുന്നു. ഇദ്ദേഹം ഇറങ്ങി പോകുന്ന വഴിക്കാണ് കാത്തു നിന്നവന്മാര്, അതുവരെ പള്ളിയിൽ പോലും വരാത്തവന്മാർ ഇയാളെ എടുത്തിട്ട് അടിക്കുന്നത്. അന്നേരം അതിനകത്തുനിന്ന് കാണാൻ പറ്റുന്ന വൃദ്ധനാണ് അയാള്, ചെറുപ്പക്കാരനൊന്നുമല്ല. അയാൾ അവിടെ ഈ മെയിൻ സ്വിച്ച് ഓഫ് ആക്കാൻ പോയ ശ്രമത്തിനിടയ്ക്ക് ഒന്നുമല്ല അയാളെ തല്ലുന്നത്. അത് കൃത്യമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് പഠിച്ച അതിന്റെ സകല ഡീറ്റെയിൽസ്. എന്നിട്ട് ഇവര് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ഫോട്ടോയും വീഡിയോയും എടുത്തവരെ കണ്ടെത്തി അവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിരുന്നു. ജില്ലാ പോലീസ് മേധാവിയുടെ പരിപാടി അതാണോ? യുവമാരുടെ ഈ നാശം തല്ലും ബഹളവും ഫോട്ടോ എടുത്ത യുവമാരുടെ ആൾക്കാരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കാൻ? അത്രയ്ക്ക് പോലും വിവരമില്ലാത്ത ബോധമില്ലാത്തവന്മാരല്ലേ ഇവന്മാര്. ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് ഇതിന്റെ ഡീറ്റെയിൽസ് എടുത്ത് ഇവരെ എല്ലാ ആളുകളുമായിട്ടൂടെ സംസാരിച്ച് അതിന്റെ സകല ഡോക്യുമെന്റ്സും എടുത്ത് ഇട്ടാണ് നമ്മൾ ഈ വാർത്ത കൊടുത്തേക്കുന്നത്. നമ്മൾ പറയുന്നതിനകത്ത് എത്തുള്ളൂ. അതായത് ഇങ്ങനെയുള്ള പൗരോഹിത്യ സഭകളിൽ നിന്നും വേർപെട്ട് ഈ കറക്റ്റ് ദൈവത്തെ അറിയുന്ന ഒരു കൂട്ടം എന്ന് പറഞ്ഞ് വന്നിട്ട് വിശുദ്ധിയും വേർപാടും സംസാരിച്ചിട്ട് ഇതാണ് മാതൃക കാണിക്കുന്നതെങ്കിൽ ഇതാണോ ഇവർക്ക് മുമ്പുള്ള ഒരു തലമുറ എന്ന് പറയുന്നത് പെന്തക്കോസ്ത് വിശ്വാസികൾ എന്ന് പറയുന്നത് അവർ ആത്മാർത്ഥമായി കർത്താവിനെ വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടമാണ്. ഇന്ന് ഇങ്ങനെയുള്ള ഒരു പൈശാചിക പ്രസ്ഥാനമായിട്ട് ഇത് എങ്ങനെ മാറി? ഇതിന്റെ മുകള് മുതൽ താഴോട്ട് ഇത് അഴുകിയിരിക്കുന്നു. ഇത് ഞങ്ങൾ പറയുന്നതല്ല. ഇതിനകത്ത് 10-42 വർഷം പാസ്റ്റർമാരായിട്ടിരുന്ന ആളുകൾ ഇറങ്ങിയ യോഗത്തോട് വിളിച്ചു പറയുന്നതാണ് ഇത് തട്ടിപ്പാണ്, ഇവന്മാർ കള്ളന്മാരാണെന്ന് അവരാ പറയുന്നത്. അങ്ങനെ പറഞ്ഞ പുള്ളിയാണ് ഉദ്ദേശിച്ചത്. എത്രയോ പേര് പുറത്തു വരാനായിട്ട്, അതായത് ഇപ്പൊ ഞങ്ങളുടെ ഇതുപോലെ പല കാര്യങ്ങളും തെളിവുകളടക്കം തരുന്നവരെ സംബന്ധിച്ച് 90% പേർക്കും അവരുടെ പേര് വെളിപ്പെടുത്താനോ ഇത് പബ്ലിക്കായിട്ട് പറയാനോ താല്പര്യമില്ല. പക്ഷെ ഇവരെല്ലാ ഡീറ്റെയിൽസും പറയും, അവർ അംഗീകരിക്കും. അവർക്ക് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് പേടിയാണ്. ഇവന്മാർ ഗുണ്ടകളെക്കാളും ഭീകരന്മാരാണ്. ഇവന്മാർ ഒറ്റപ്പെടുത്തി കളയും, ഇവന്മാർ ഉപദ്രവിക്കും. ഇത് പേടിച്ചാ അങ്ങനൊക്കെ അതൊന്നും ഇപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ നിന്നാണേലും പലരും ഇപ്പം വിശ്വാസി വന്നവര് പോയിട്ടുണ്ട്. അവര് ആക്കിയിലോട്ട് പോയിട്ടുണ്ട്, അവര് ഇതില് വിശ്വാസത്തിലോട്ട് പോയിട്ടുണ്ട്. ഇവരെ എന്താ പറയുന്നത്, നമ്മുടെ പണ്ടൊക്കെ ഈ ബീഹാറിലൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ, ഇവരെ ഒറ്റപ്പെടുത്തി കളയും. ഇതുപോലെ ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് ഇന്ന് ഈ പറയുന്ന ന്യൂജൻ കൾട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. ന്യൂജൻ കള്ളന്മാര് ഇവന്മാരൊരു കോട്ടും വാടകയ്ക്ക് എടുത്ത് ഇവന്മാര് സഭയാണ് മിനിസ്ട്രി ആണെന്ന് പറഞ്ഞിട്ട് 5-10 പേരെ വെച്ചോണ്ട് ഇതാ തട്ടിപ്പ് നടത്തുന്നു. അതിപ്പോ എന്റെ നാട്ടുകാരനായി സജിത്ത് കണ്ണൂര്, പുള്ളിയൊക്കെ ഞങ്ങളുടെ പള്ളി വന്ന് പ്രസംഗിച്ചോണ്ടിരുന്ന ആളാ. ഇപ്പൊ രാജ്യത്തെല്ലാം പിന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല സംസാരമൊക്കെ ആയിരുന്നു. പുള്ളിയുടെ ചേട്ടൻ നമുക്കിവിടെ ഇപ്പോഴും ഞങ്ങളുടെ സഭയിൽ തന്നെ ഉണ്ട്. ഇന്ന് കണ്ടോ, ഇന്നവന് കാശായപ്പോ കുറച്ചുകൂടെ സ്റ്റാറ്റസും കുറച്ചുകൂടെ വലിയ മേഖലയിലേക്ക് പോകണമെന്ന് അവൻ ഇന്ന് ഇപ്പൊ ഗോവയെ കൂടെ തണ്ടലാണെന്ന് ഇപ്പം അവിടുന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞു. ഗോവക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാന്ന് പറഞ്ഞിപ്പോ. ഇവിടുത്തെ പരിപാടി തീർന്നല്ലോ, എല്ലാ ഏരിയയും തീർന്നല്ലോ. നമ്മൾ പെന്തക്കോസ്ത് വിശ്വാസത്തിന് അടച്ചാക്ഷേപിക്കുകയല്ല, നമ്മൾ അതിനെതിരല്ല പറയുന്നത്. നമ്മൾ ഇതിനുള്ള കള്ളനാണയങ്ങൾ അത് ഏത് സഭയായിക്കോട്ടെ, പെന്തക്കോസ്ത് എന്നല്ല, ഏത് ക്രിസ്തുവിന്റെ നാമം ദുഷിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആരും അതിന് ക്രിസ്തുവിനെ അറിയുവാനും ക്രിസ്തുവിന്റെ പാത പിന്തുടരുവാനും ഏതെങ്കിലും ഇന്ന് ഈ കാണുന്ന ഏതെങ്കിലും ഒരു കൂട്ടായ്മകളുടെ ഭാഗമാകണമെന്നില്ല. കാരണം ഇതിനൊന്നും ക്രിസ്തുവായിട്ടും കടലും കടലാടിയും പോലുള്ള ബന്ധം പോലും ഇല്ല. അല്ല, ഞാനും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്നല്ലേ. പക്ഷെ അതില് വരുമ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് മാത്രം, അതിപ്പം ആ കമന്റ് സെക്ഷൻ വായിച്ചാൽ അറിയാം. കാരണം അത്ര ഹെയ്റ്റ് ആണ് ഇവന്മാരിങ്ങനാണ്. ഇതേ സമയത്ത് ആർസിയുടെ പ്രശ്നം നടക്കുമ്പോഴൊന്നും ഇതിലൊന്നും അവരൊന്നും പറയണില്ല. നിങ്ങളെ തെറി പറയുന്നത് ഞാൻ കേട്ടുള്ളൂ. പറയുന്ന ആൾക്കാർ വട്ടന്മാരാണ്. i2i ന്യൂസിനെ സംബന്ധിച്ചോളം നിങ്ങൾ നോക്കുക, അതിനകത്ത് ഇട്ടേക്കുന്നതിനകത്ത് 90% ഇത്തരത്തിലുള്ള സഭകളെ കുറിച്ച്, ഓർത്തഡോക്സ്, യാക്കോബ, കത്തോലിക്ക, മറ്റു തരത്തിലുള്ള സഭകളുടെ ഉള്ള തിന്മകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത്.
IPC എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുക്കമേ കൊടുത്തിട്ടുള്ളൂ. അതും സ്പെസിഫിക്. പ്രശ്നം ഇനി IPC എന്നാണേലും AG എന്നാണേലും ചർച്ച് ഓഫ് ഗോഡ് എന്നാണേലും അങ്ങനെ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ അതിൽപ്പെടും. ഞങ്ങൾ മൊത്തം കള്ളന്മാരാണ്. ഓൾറെഡി അങ്ങനെ ഒരു ഞങ്ങൾക്ക് എന്തോ കൂടുതൽ പണം കിട്ടുന്നെന്നോ അങ്ങനെ ഒരു സംസാരം ഉണ്ട്. ഇപ്പം എല്ലായിടത്തും ഒരു പറയുകയാണെങ്കിൽ അതിപ്പം പണ്ട് ബ്രാഹ്മണന്മാരുണ്ടാക്കിയ ഒരു സംസാരമാണത്. അതായത് അവർ എന്നാ എല്ലാവരും റൈസ് ബാഗ് കൊണ്ടാണ് കൺവേർട്ട് ചെയ്തതെന്ന് പറയുന്ന പോലെ ഇപ്പം ഇതേപോലെ തന്നെ പറഞ്ഞിട്ടാണ് ഇപ്പം പെന്തക്കോസ്തുകാരും അങ്ങനെയാണ് ആൾക്കാരെ കൺവേർട്ട് ചെയ്യുന്നത്. അവർക്ക് ഇതിപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ചാൽ അറിയാം. പാട്ട് പാടുന്ന ആൾക്കാർക്ക് എന്നാ പിന്നെ പൊതിക്കെട്ട് കിട്ടുന്നത്. ഇപ്പം എനിക്കറിവുള്ള ചർച്ചുകളിലും ഇനിയും വലിയ മെഗാ ചർച്ചുകളിലാണെങ്കിൽ പോലും പാട്ടുകാർക്കൊന്നും വലിയ ശമ്പളം അങ്ങനെയൊന്നും കിട്ടുന്നൊന്നുമില്ല. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ എന്തോ പാക്കേജ് കൊണ്ടാണ് അവർ ഈ പാടുന്നത്. അങ്ങനെ ഒരു ഹെയ്റ്റാണ് ഞങ്ങളുടെ അടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പം നാട്ടിലോട്ട് പോകുമ്പം അവിടെ ഒന്നും വലിയ പെന്തക്കോസ്തുകാരുടെ ഹെയ്റ്റ് ഇല്ല. ഞാൻ നിൽക്കുന്ന ഈ കണ്ണൂർ ഈ മലയോര പ്രദേശത്തൊക്കെ ഞങ്ങൾക്ക് ഹെയ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് കണ്ടാ അറിയാം. ഞങ്ങൾ വരുമ്പോൾ ആൾക്കാരുടെ മുഖം ചുളിയുന്ന പോലത്തെ ഇതാണ്. അതായത് എന്തുകൊണ്ടാ അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനത്തെ ക്രിസ്തുവിന്റെ നാമം ദൂഷിപ്പിക്കുന്ന ഇത്രയും യുവന്മാരെ, അതായത് ഇന്നും നിങ്ങൾ നോക്കുക, പെന്തക്കോസ്ത് ഗോളത്തിൽ നിൽക്കുന്ന അല്ലെ അതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നവരെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നോക്കുക, ഇന്ന് കളങ്കിതന്മാരാണ്. ഇതിന്റെ സഭയുടെ ഇത് നോക്കുക. ഈ ഇപ്പൊ IPCയുടെ തന്നെ തലപ്പത്തിരിക്കുന്ന ഇപ്പൊ വത്സൻ അബ്രഹാമിന്റെ പദവികൾ എന്തൊക്കെയാ? അവരുടെ സഭയല്ലേ ഇത്? അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൊപ്പറേറ്റർഷിപ്പിൽ നടത്തുന്ന ഒരു പ്രസ്ഥാനം. എന്നിട്ട് അവസാനം ഈ താഴത്തെ സെൻട്രൽ പാസ്റ്റർ പദവി പോലും വേറെ ആർക്കും കൊടുക്കത്തില്ല. ഇയാളെന്റെ സെൻട്രൽ പാസ്റ്ററോടാ. അങ്ങനെയൊക്കെ കുറെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പം അതാ പറഞ്ഞേ. അന്നേരം ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഓരോ കൊച്ചു കൂട്ടങ്ങളെ വെച്ച് ഈ തീവട്ടി പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന അതേ പണി അണികളെ കാരണവന്മാർ പറയുന്നു ഇത് വിശ്വാസികളെന്ന് കാണിച്ച് അവരെ കാണിച്ച് കച്ചവടം അടിക്കുന്ന ഒരു പണി. എന്നിട്ട് ഇവന്മാർ ആഡംബര ജീവിതവും നയിക്കുന്നു. എന്നിട്ട് ഇതിനകത്തുള്ള ഈ പാവങ്ങളെയും കൂടെ പിഴിയുന്നു. അത് അങ്ങനെ നടക്കുന്ന മോശങ്ങളല്ല. പക്ഷെ പറയുമ്പം എപ്പോഴാണേലും ഇടുമ്പം പെന്തക്കോസ്തുകാര് അല്ലെ പെന്തക്കോസ്തുകാര് അന്തിക്കോസ്തുകാര് ഇങ്ങനെ തന്നെ ആ ടൈറ്റിൽ തന്നെ വരുമ്പം സംഭവം ആൾക്കാർ കൂടും. അത് കണ്ടാൽ മനസ്സിലാവും. വ്യൂവർഷിപ്പ് ഏറ്റവും കൂടുതൽ ഈ പെന്തക്കോസ്തുകാരുടെ ഇത് പറയുമ്പോൾ അതിൽ കമന്റും തെറിവിളിയും കൂടുന്നത്. അതായത് ഞങ്ങളുടെ ആൾക്കാരാരും തെറി വിളിക്കുന്നില്ല, പക്ഷെ ഞങ്ങളെ പറയുന്നു. അതായത് ഇവന്മാരെല്ലാം ഇങ്ങനെ അത് ആ കമന്റ് ബോക്സ് കണ്ടാ അറിയാം. അത് എന്തോരം ഹെയ്റ്റ് ആണ് ഞങ്ങൾക്കെതിരെ വരുന്നത്. ഞങ്ങളുടെ പേര് അല്ല ഇപ്പൊ അവര് കള്ളത്തരം കാണിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല, പറയട്ടെ. ഇപ്പം പാസ്റ്റർ കള്ളത്തരം കാണിച്ചു പറയാ, സഭയിലെ ആൾക്കാർ കള്ളത്തരം കാണിച്ച് പറയാ, ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ സഭയിൽ നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കളിച്ച് നടക്കുന്ന അതും പറയാ. പക്ഷെ ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുമ്പം ഞങ്ങളെല്ലാം പെടും. അപ്പം ആ ബോധം ഇവർക്കെല്ലാം ഉണ്ടായി. ഇവർ അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് ലക്ഷ്യമിക്കുന്നത്. ഇതിനെ തകർക്കുക എന്നല്ല. അതായത് ഈ ചന്തകളിൽ പോലും ഇത്തരത്തെ ബഹളം ഇന്ന് കാണാൻ സാധിക്കുമോ? ഇന്ന് നമ്മൾ പറയുന്ന ചില ചന്തകളിൽ ഇതുപോലെ ചീത്തോളിയും ബഹളമൊക്കെ നടക്കുന്ന ചില ചന്തകളുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. അവിടെ പോലും ഇല്ലാത്ത തരത്തിലേക്ക് വിശുദ്ധിയും വേർപാടും പറയുന്നവരുടെ സ്ഥലങ്ങൾ അതപ്പതിക്കുമ്പോൾ അത് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന ഓക്കെ. ഇപ്പൊ ചന്തകളിൽ പോലും കലബല ഉണ്ടാക്കുന്നത് പുറത്തുനിന്നുള്ള ആളുകളുമായിട്ടുമാണ്. അതിനകത്ത് കൂടെ ഇരിക്കുന്നവർ തമ്മിലല്ല. ഇത് കൂടെ ഇരിക്കുന്ന സ്വന്തം രക്തത്തെയാണ് കൂമ്പിട്ടിടിക്കുകയും ചീത്ത വിളിക്കുകയും എടുത്ത് ദൂരെ കളയുകയും പോലീസ് കേസും വ്യവഹാരമായിട്ട് ഇവരിപ്പോൾ നടത്തുന്നത്. അങ്ങനെ ആയിരുന്ന പൗരോഹിത്യ സഭകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നും പറഞ്ഞ് ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തിലാണ് ഈ അപജയം എന്ന് ഓർക്കണം. അന്നേരം അതിനെ ആ തരത്തിലേക്ക് പോകുമ്പോൾ അതിനെ വിശേഷിപ്പിക്കുവാൻ അവരുടെ പ്രവൃത്തിയെയാണ് അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അന്നേരം അതിൽ നിന്ന് അവരന്തരം അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർ മാറി ഒരു നവീകരണം, ഒരു സ്വയം നവീകരണം ഈ പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാവണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിലാ ജനങ്ങളുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും. യുവജനങ്ങളുടെ പൗരോഹിത്യ സഭകളിൽ സംഭവിക്കുന്നത് അത് തന്നെയാണ്. യുവതലമുറയുടെ വിശ്വാസം തന്നെ പോയി. ഇതിനകത്തൊന്നും ഇവരങ്ങനെ പറയും, ഇതിനകത്ത് എങ്ങനെ ഒരു ആത്മീയമായ ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ടെന്ന് പറയാൻ പറ്റും? ഇവരിൽ വ്യാപരിക്കുന്നത് ഏത് ശക്തിയാണ് എന്ന് ജനങ്ങൾ സ്വയം ചിന്തിച്ചതിന്റെ ഫലമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളില് പള്ളികളുടെ അവസ്ഥ ഇന്ന് ഈ പറഞ്ഞ പോലെ ആയത്. അത് പബ്ബുകളും ബാറുകളുമായി മാറിയത്. അതുപോലെ ഈ പറയുന്ന പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ എന്നൊക്കെ പറയുന്നത് നാളത്തെ വല്ല മീൻചന്തയോ പബ്ലിക് മാർക്കറ്റോ ഒക്കെയായി മാറും. അന്നേരം അതുകൊണ്ട് അത് വരാതിരിക്കുവാൻ ഇവര് ജാഗരൂകരാകണം. ഇത് ക്രൈസ്തവർ തന്നെയാണ് അതിനകത്ത് 90% കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വേറെ പുറത്തു നിന്നുള്ള ആളുകളോ മറ്റ് ഇതോ ഒന്നുമല്ല.
പക്ഷെ ഈ പറയുമ്പം അത് മൊത്തത്തിലെ ഒരു പറച്ചിലേ അല്ല, പറയുന്നു. നമ്മൾ അതിനെ അങ്ങനെ ഇമോഷണലി ആകരുത്. അതാ പറഞ്ഞു, നമ്മൾ അതിന് ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആകണം. അങ്ങനെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തന്നെ എടുക്കരുത്. അല്ല, പേഴ്സണലായിട്ട് എടുക്കുന്നതല്ല, പറയുമ്പം ആ സഭക്കാരെ അങ്ങ് പറഞ്ഞു ഒരു നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, IPC-ല് ഹെബ്രോൺ ഇന്ന ചർച്ചില് ഇന്ന വ്യക്തി ഇന്ന പാസ്റ്റർ ഇന്ന ആൾക്കാര്, പിന്നെ സംസാരിക്കുന്നു അഡ്രസ് ഇല്ലാത്ത ആൾക്കാരല്ല, സ്പെസിഫിക് ആയിട്ടുള്ള അതിന്റെ മുൻ ട്രഷറായിരുന്ന ജോയി എന്ന് പറയുന്ന ജോയി വർഗീസ് ആണ് സംസാരിക്കുന്നത്. എല്ലാം സ്പെസിഫിക്കാ. നമ്മൾ ഊഹാപോഹങ്ങളൊന്നും കൊടുക്കുന്നില്ല. ഒരു സാധനം പോലും ഊഹാപോഹങ്ങളല്ല. അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു ഹെയ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം അത് താങ്കളുടെ പേഴ്സണൽ വിലയിരുത്തൽ മാത്രമാണ്, അതല്ല. അല്ല, പറയുന്ന വീഡിയോയിലല്ലേ ഇത് കാണിക്കുമ്പം ഇതില് ഇവന്മാര് കള്ളന്മാരാണ്, മൊത്തം കള്ളന്മാരെന്നുള്ള പോലെ തന്നെയാണ് പറയുന്നത്. അതായത് ഇപ്പൊ അവരുടെ പേര് പറയുന്നു, എല്ലാം ചെയ്യുന്നു, പിന്നെ പെന്തക്കോസ്തുകാർ കള്ളന്മാരാണെന്ന് പറയുന്നു. അപ്പൊ ഈ പെന്തക്കോസ്തുകാർ എന്ന് പറയുമ്പോൾ ഞാൻ അടക്കം പെടുന്ന ആളാ. അപ്പൊ എന്റെ പള്ളിയിലൊന്നും ഇപ്പൊ ഒരു പ്രശ്നമില്ല. ഇവിടെ പൈസകളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, പണികൾ നടക്കുന്നുണ്ട്, വഴിയുടെ പണി നടക്കുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. കൃത്യം കണക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഓരോ ചർച്ചിൽ ഓരോരോ ആൾക്കാർ ഓരോരോ വിശ്വാസികളാണ്. പിന്നെ ഈ ആൾക്കാർ ഇപ്പൊ ആ പറഞ്ഞ പാസ്റ്ററിനാണേലും പൂർണ്ണ അധികാരമാണ് അവിടുന്ന് പോകാനായിട്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പം തിരുവല്ല പോലുള്ള സ്ഥലത്തൊക്കെയാണ് ഇനിയിപ്പോ എന്തേലും ഗുണ്ടാ ഇതൊക്കെ വരുമെന്ന് വിചാരിക്കാം. തിരുവനന്തപുരത്തൊക്കെ എങ്ങനെ അത്ര ഒരു ശക്തി ഇല്ലാത്തൊരു സ്ഥലമല്ലേ, പെന്തക്കോസ്തുകാർക്കും അത്ര ശക്തിയുള്ള സ്ഥലമല്ല തിരുവനന്തപുരത്തൊക്കെ. അപ്പൊ അതൊക്കെ തിരുവനന്തപുരത്തുള്ള ആളാണ്. പുള്ളിക്കൊക്കെ എപ്പം വേണേലും തിരിച്ച് RC-ലോട്ടോ, പുള്ളി ആ കുവൈറ്റിലാണെന്ന് അങ്ങോട്ടല്ലേ പറഞ്ഞത്, അങ്ങോട്ട് തിരിച്ചു പോകുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ. പക്ഷെ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടും പുള്ളി പറയുന്നതിന് ഉള്ളതും ഉണ്ടാവാം, ഇല്ലാത്തതും ഉണ്ടാവും. പക്ഷെ എന്നതാണേലും പുള്ളി അടച്ചാണ് ആക്ഷേപിക്കുന്നത്. മൊത്തത്തിലെ അങ്ങ് എല്ലാവരും അങ്ങനെയാണ്. ഇപ്പൊ എനിക്കറിയാം, തീരെ പൈസ പോലും ഇല്ലാത്ത പാസ്റ്റർമാര്, പൈസ കിട്ടാത്ത പാസ്റ്റർമാര്, വളരെ വിശ്വാസികൾ കുറവുള്ള ചർച്ചകളിൽ ജീവിക്കുന്ന പാവം പിടിച്ച പാസ്റ്റർമാരുണ്ട്. പക്ഷെ അവരെ അടക്കം ഒരു കണ്ണുകളിൽ ഇവർക്ക് കാണാൻ പറ്റുന്നവരായിപ്പോയി. പിന്നെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ചർച്ച എന്നൊക്കെ പറഞ്ഞാൽ നല്ല പൈസയുള്ള ആൾക്കാർ, അതായത് മറിച്ച് നല്ല ആൾക്കാരുള്ള ചർച്ചകളിലെ പ്രശ്നമാണ്. ഓക്കെ സുഹൃത്തേ, വിളിച്ചതിന് സന്തോഷം. ഓക്കെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.